എടാ അതെ, ഈ ആഘോഷം എന്നൊക്കെ പറഞ്ഞാലേ തിരുവനന്തപുരത്തെ ആഘോഷമാണ് ആഘോഷം. നമ്മളുടെ ആഘോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് കത്തിച്ചാണ് ആഘോഷിക്കുക. അത് ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ ലൈറ്റ് ഇട്ട് കളറാക്കും. എന്തായാലും നമ്മുടെ ആ കളർ ലൈറ്റുകളൊന്ന് കണ്ടാലോ. വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ കനകക്കുന്ന് തിളങ്ങുകയാണ്. ക്രിസ്മസ് കഴിഞ്ഞാൽ നവവത്സരമുണ്ടല്ലോ. തിരുവനന്തപുരം നഗരവീഥികൾ ഇനിയുള്ള ഒരാഴ്ചക്കാലം ദീപപ്രഭയാൽ തിളങ്ങും. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് സ്വിച്ച് ഓൺ നിർവഹിച്ചത്. ഇന്നത്തെ തൊഴിലിൻ്റെ ഒരു സ്വഭാവം രാത്രിയാവണം ഒഴിവ് കിട്ടാൻ. ഇപ്പോൾ സെക്കൻഡ് ഷോ കാണുക എന്നുള്ള അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ അതിന് പകരം ഇതുപോലെ സന്തോഷത്തോടു കൂടി നഗരത്തിൽ വരാൻ, ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു നിലയുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഇനിയും ഡെവലപ്പ് ചെയ്യാനാണ് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിന് പുറത്തുനിന്ന് വരെ ഈ വർണ്ണവിസ്മയം കാണാൻ ആളുകൾ എത്തുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ഈ ഒരു വെക്കേഷന് വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല രസമുണ്ട്, കാണാൻ നല്ലൊരു ചേഞ്ച്, ഭയങ്കര രസമുണ്ട്. ഇത് ഇത്രയൊക്കെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇവിടെ. അല്ലെങ്കിലും നിറങ്ങൾക്ക് പ്രായമില്ലല്ലോ. പ്രായഭേദമന്യേ അനവധി ആളുകളാണ് കനകക്കുന്നിലേക്ക് എത്തുന്നത്. നന്നായിട്ടുണ്ട്. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. നല്ല രീതിയിൽ ലൈറ്റ്സും അറേഞ്ച്മെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം, പൊതുവേ നല്ല രസമുണ്ട് കാണാനൊക്കെ. കൊള്ളാം. മൊത്തം അറേഞ്ച്മെന്റ്സിന്റെ ഒരു വെറൈറ്റി വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഒട്ടും മോശമല്ല. തിരുവനന്തപുരം നഗരത്തിലെ ആഘോഷങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് ഇലുമിനേഷൻസ് തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ കാലമേറെ കഴിഞ്ഞാലും ഇനിയും പുതുമയിൽ അത് നിലനിൽക്കും. ക്യാമറമാൻ സജികുമാറിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.